முடியாததும் சாத்தியமாகுமே. நீர் வந்தா சூழ்நிலை மாறுமே. முடியாததும் சாத்தியமாகுமே. நீர் வந்தா சூழ்நிலை மாறுமே. முடியாததும் நீர் வந்தா, ஓஹோ நீர் வந்தா சூழ்நிலை, ஓ முடியாததும் சாத்தியமாகுமே. நிறவே நீர் வாருமே. நிறவே நீர் வேண்டுமே. நிறவே நீர் போதுமே. ஆவியானவரே நிறவே நீர் வாருமே. நிறவே நீர் வேண்டுமே. நிறவே நீர் போதுமே. ஆவியானவரே நீர் வந்தா சூழ்நிலை மாறுமே. முடியாததும் சாத்தியமாகுமே. நீர் வந்தா சூழ்நிலை மாறுமே. முடியாததும் വിശ്വാസത്തോടൊന്ന് പറയുമോ? നീർ വന്നാ. ഹല്ലേലൂയ. നീർ വന്നാ സൂழ்நிலை മാറുമേ. ഓ முடியாததும் സാധ്യമാകുമേ. നിറവേ നീർ വാരുമേ. നിറവേ നീർ വേണ്ടുമേ. നിറവേ നീർ പോരുമേ. നിറവേ നീർ വാരുമേ. നിറവേ നീർ വേണ്ടുമേ. ആവിയാനവരേ നിറവേ നീർ വാരുമേ. നിറവേ നീർ വേണ്ടുമേ. നിറവേ നീർ പോരുമേ. നിറവേ നീർ വാരുമേ. നിറവേ നീർ വേണ്ടുമേ. നിറവേ നീർ പോതുമേ. ആവിയാനവരേ. പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കർത്താവിനെ സ്തുതിപ്പാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കറിയാം. ദാവീദ് രാജാവായതിനു ശേഷവും കർത്താവിനെ പാടി മഹത്വപ്പെടുത്താറുണ്ട്. തുള്ളി മഹത്വപ്പെടുത്താറുണ്ട്. ദാവീദിനോട് ചോദിക്കും, ഒത്തിരി പേര് കളിയാക്കാറുണ്ട്, ദാവീദേ ഇത്രയും വലിയ പൊസിഷൻ എത്തിയിട്ട് ഒരു നാണോ മാനവും ഇല്ലാതെ എന്തിനാ കർത്താവിനെ സ്തുതിക്കുന്നത്? നമുക്കറിയാം ദാവീദിന് പറയാനൊരു ചരിത്രമുണ്ട് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. ദൈവദാസന്മാരൊക്കെ മെസ്സേജിനൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കാട്ടിക്കിടന്നവനെ നാട്ടിക്കൊണ്ടുവന്ന ദൈവമാണ്. അപ്പം സഹോദരന്മാരെല്ലാവരും പട്ടാളത്തിലാണ്. അവർക്കൊന്നും തോന്നാത്ത ഒരു ആരാധന ദാവീദിന് തോന്നും. കാരണം ദാവീദിന് പറയാൻ പറ്റും, കാട്ടിൽ കിടന്നപ്പോൾ അവിടെ വെച്ച് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിച്ചു. ആ ആരാധനയാണ്, ആ ആരാധനയിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യമാണ് എന്നെ ഈ നാട്ടിൽ കൊണ്ടെത്തിച്ചത്, ഈ രാജസ്ഥാനത്ത് കൊണ്ടെത്തിച്ചത്. ഇന്ന് നമുക്കെല്ലാവർക്കും പറയാൻ പറ്റും, എൻ്റെ കഴിവല്ല, എൻ്റെ കൃപയല്ല, എൻ്റെ മഹത്വമല്ല, സകല മാനവും മഹത്വവും ഞാൻ എൻ്റെ കർത്താവിന് അർപ്പിക്കും. കാട്ടിൽ കിടക്കുന്നവനെ, അപ്പനുപേക്ഷിച്ചവനെ, അമ്മ മറന്നവനെ നാട്ടിൽ കൊണ്ടുവരുവാനും സമൂഹത്തിൻ്റെ മുൻപിൽ മാനിക്കുവാനും ദൈവത്തിന് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ കർത്താവിനോട് നമുക്കൊന്ന് പാടാം. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ
കൃപാ കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ മടങ്ങുകിൽ നീ വീടും ഇനി ഞാൻ മടങ്ങുകിൽ നീ വീടും ഇനി ഞാൻ. അടുത്ത വരിയാണ് പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകാതിരുന്ന പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹം എന്നേ ഒഴുകാതിരുന്നാൽ ചേർന്ന് പറയുമോ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹം. ചേർന്നൊന്ന് പറയാം പ്രവാഹമെന്നേ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹം ഒഴുകാതിരുന്ന. യാക്കോബിനോട് കൂടെ ചേർന്ന് നമുക്ക് പറയാം അനേക സമ്പത്തുമായിട്ട് താൻ തൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. പക്ഷെ ദൂതനുമായി മയിൽപ്പിടുത്തം നടത്തുമ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ സമ്പത്ത് ജീവിതത്തിൽ നേടിയെടുത്താലും, എത്ര പദവി നേടിയെടുത്താലും, എത്ര നന്മകൾ ജീവിതത്തിൽ വന്നു ചേർന്നാലും ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കാനുള്ള ഒരു മനസ്സ് അത് ദൈവം കാണും. അതാ നമ്മൾ പാടിയത്, കൃപാകടലേ നിന്റെ തീരത്ത് ഞാൻ അനേക നാൾ നിൽക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് പറയാൻ, പക്ഷെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല ഞാൻ ഇവിടുന്ന് പോകത്തില്ല. എത്ര പേര് ഇന്ന് ദൈവസന്നിധിയിൽ അങ്ങനെ പറയും, ആ പ്രവാഹം എൻ്റെ മേലൊന്ന് ഒഴുകണം കർത്താവേ, പെയ്യുവാനല്ല അതൊന്ന് ഒഴുകണം കർത്താവേ. എത്ര പേര് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു, കർത്താവേ അത് എൻ്റെ മേലൊന്ന് ഒഴുകണം കർത്താവേ, അത് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഇന്ന് ഈ സന്ധ്യാസമയം കർത്താവിന്റെ സന്നിധിയിൽ പാദപീഠത്തിൽ മുട്ടുമടക്കുമ്പോൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുമോ? ആ പ്രവാഹം എൻ്റെ മേലൊന്ന് ഒഴുകണം. എനിക്കെതിരായി നിൽക്കുന്ന ശത്രു, എനിക്കെതിരായി നിൽക്കുന്ന ബുദ്ധിമുട്ട്, എന്റെ പ്രയാസം, എന്റെ പ്രശ്നം, അതിനെ അഭിമുഖീകരിക്കുന്നതിന് മുന്നമേ ആ പ്രവാഹം എന്റെ മേലൊന്ന് ഒഴുകണം കർത്താവേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ പ്രവാഹം ഹല്ലേലൂയ എന്റെ മേലൊന്ന് ഒഴുകണം കർത്താവേ. ഞാൻ പരീക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ തോൽക്കാതിരിപ്പാൻ വലിയ സർവ്വസൈന്യം എന്റെ കൂടെ ഉണ്ട്. അതൊക്കെ ഉറപ്പാണ്, അത് നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ നേരിടുന്ന പരീക്ഷകളിൽ തോൽക്കാതിരിക്കണമെങ്കിൽ ആ പ്രവാഹം എൻ്റെ മേലൊന്ന് ഒഴുകണം കർത്താവേ. ഇന്ന് എത്ര പേര് അത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇന്ന് എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ മേൽ അത് പകരുവാൻ ദൈവം സർവശക്തനാണ്. കർത്താവ് പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ കർത്താവുണ്ട്. ആ കർത്താവിനോടൊന്ന് ചോദിക്കാൻ തയ്യാറാവും, അപ്പ അവിടുത്തെ പ്രവാഹം എൻ്റെ മേലൊന്ന് ഒഴുകണം കർത്താവേ. രക്ഷയാം ദിവ്യ സ്നേഹക്കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ. രക്ഷയാം ദിവ്യ സ്നേഹക്കടലേ, ക്രിസ്തേശു നൽകും കരുണാപുരമേ. സൗജന്യമായി ലോകത്തെ വീണ്ടവനെ, സൗജന്യമായി ലോകത്തെ. ആ കരങ്ങളെല്ലാം ഉയർന്നു നിന്നാട്ടെ, കർത്താവിനോട് പറയാം, പ്രവാഹം എന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹം. ഓ പ്രവാഹം, ഓ നിൻ പ്രവാഹം ഒഴുകി. എൻ പാപം അനേകം, എൻ പാപം അനേകം കരയധികം, ഞാൻ വീട്ടിടും കണ്ണീർ കൈപ്പേറിയതാ. എൻ പാപം
എൻ കണ്ണീർ രക്തസാഗരമേ, രക്തം എൻ കണ്ണീർ രക്തസാഗരമാണ്. പ്രവാഹമെന്തേ പ്രവാഹമെന്തേ നിൻ പ്രവാഹമെന്തേ നിൻ പ്രവാഹം എന്മേൽ ഒഴുകിയിടണമേ. പ്രവാഹം നിൻ പ്രവാഹമെന്തേ നിൻ പ്രവാഹം ഒഴുകി ചെന്നുപാടാൻ. കൃപക്കടലേ കൃപക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാൾ ആകാംക്ഷയോടെ നിന്നെ. കൃപക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാൾ ആകാംക്ഷയോടെ നിന്നെ. മടങ്ങുകിൽ നീ വീടും ഇനി ഞാൻ, മടങ്ങുകിൽ ഈ വീടും ഇനി ഞാൻ. പ്രവാഹമെന്തേ നിൻ പ്രവാഹമെന്തേ നിൻ പ്രവാഹം എന്തേ ഒഴുകാതിരുന്ന. പ്രവാഹമെന്തേ ഒഴുകാ. പ്രവാഹമെന്തേ പ്രവാഹമെന്തേ നിൻ പ്രവാഹമെന്തേ നിൻ പ്രവാഹം ഒഴുകാതി. പ്രവാഹമെന്തേ പ്രവാഹമെന്തേ നിൻ പ്രവാഹം. കർത്താവിനോട് ചോദിച്ചാൽ, അപ്പാ പ്രവാഹം എൻ്റെ മേൽ ഒഴുക്കണം കർത്താവേ. പ്രവാഹമെന്തേ പ്രവാഹമെന്തേ നിൻ പ്രവാഹമെന്തേ നിൻ പ്രവാഹമെന്തേ. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എന്മേലൊഴുകിടട്ടെ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത എന്മേലൊഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. അങ്ങനെയെങ്കിൽ ആ ഒരു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമോ? മുട്ടോളം പോരാ കർത്താവേ, അരയോളം പോരാ, നീന്തി തല്ലാതെ കടപ്പാൻ വയ്യത്തൊരു അത്യന്ത ശക്തി എൻ്റെ മേൽ പകരണമേ. നമ്മൾ മുമ്പ് പാടിയതുപോലെ ഒരു ചാറ്റമഴയൊന്നും അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു പ്രവാഹം എൻ്റെ മേൽ കർത്താവും ഒഴുക്കണം കർത്താവേ. ആ ഒരു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആരെങ്കിലും കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് നമ്മൾ ഈ പാട്ട് ചേർന്ന് പാടാൻ പോവുകയാണ്. മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി എൻ്റെ മേൽ ഒഴുക്കണമേ. ഹല്ലേലൂയ. മുട്ടോളം പോരാ ശക്തി,
പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ, മുട്ടോളം പോരാ, മുട്ടോളം അരയോളം, മുട്ടോളം മുട്ടോളം. ഓ നീന്തിയിട്ടല്ലാതെ അത്യന്ത ശക്തി എന്മേലൊഴുകിടട്ടെ, നീന്തിയിട്ടല്ലാതെ അത്യന്ത ശക്തി എന്മേലൊഴുകിടട്ടെ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ. ചേർന്ന് പാടാം. മുട്ടോളം പോരാ, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ ശക്തി, മുട്ടോളം പോരാ ശക്തി, അരയോളം പോരാ. നീന്തിയിട്ടല്ലാതെ നടപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തിയന്മേൽ, ഓ നീന്തിയിട്ടല്ലാതെ അത്യന്ത ശക്തിയന്മേൽ. ദിനം തോറും ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാൻ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ. ചേർന്ന് പറയാം. ദിനം തോറും ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ. ദിനം തോറും ദിനം തോറും നീ എന്നിൽ. ഞാൻ കർത്താവിനോട് ഒരിക്കൽ കൂടി പറയാം. മുട്ടോളം പോരാ, മുട്ടോളം പോരാ, അരയോളം പോരാ, മുട്ടോളം പോരാ, ആമേ, അരയോളം പോരാ. ഓ നീന്തിയിട്ടല്ലാതെ അത്യന്ത ശക്തിയന്മേൽ, ഓ നീന്തിയിട്ടല്ലാതെ അത്യന്ത ശക്തിയന്മേൽ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ കുറയണമേ. ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ. ദിനം തോറും ദിനം തോറും നീ എന്നിൽ വളരണമേ, ഞാനോ. ഓ കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയം നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമാം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപ ഓ കൃപ കൃപയൊന്നൻ ആശ്രയം, കൃപ കൃപയൊന്നൻ ആനന്ദമായി. വഴികൾ വന്നാലും കൃപ മതിയെന്നാലും, വഴികൾ വന്നാലും ഓ ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിലാനന്ദം. ഓ ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നൻ ആശ്രയമായി. ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നൻ ആശ്രയമായി. ആമേ കൃപ കൃപയൊന്നൻ ആശ്രയമായി, കൃപ കൃപയൊന്നൻ ആനന്ദമായി. വഴികൾ വന്നാലും ഓ വഴികൾ വന്നാലും കൃപ മതിയെന്നാലും, പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവൻ. തിരുജീവനെ തന്നവൻ ഇനിമേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവൻ ഇനിമേലും ഓ കൃപ കൃപയൊന്നൻ ആശ്രയം. ഹല്ലേലൂയ. കൃപ കൃപ ഓ ആനന്ദമായി. വഴികൾ വന്നാലും വൈരികൾ വന്നാലും
വന്നാലും വൈരികൾ വന്നാലും കൃപ മതിയെന്ന ബലഹീനതയിൽ നല്ല ബലമേകും ആനന്ദത്തണലാകും ഇരുൾപ്പാതയിൽ അനുദിന മൊഴി നൽകും ആശ്രയമാ ഇരുൾപ്പാതയിൽ അനുദിന മൊഴി നൽകും കൃപ കൃപയൊന്നാശ്രയമായി കൃപയൊന്നാനന്ദമായി വൈരികൾ വന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും ഓ എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ ഘോരവൈരിൻ ബലമാവൻ ഓ തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ സ്വത്രഗീതം പാടിടും ഞാൻ തന്റെ കൈകളിൽ അവൻ എന്നെ സ്വത്രഗീതം പാടിടും ഞാൻ കൃപയൊന്നൻ ആശ്രയമായി കൃപയൊന്നാനന്ദമായി വൈരികൾ വന്നാലും കൃപ മതിയെന്നാലും വൈരികൾ വന്നാലും എതിരുയർന്നാലും ധൈര്യത്തോടെ വിളിച്ചു പറയാം വൈരികൾ വന്നാലും കൃപ മതി വൈരികൾ വന്നാലും യേശുവിന്റെ നാമത്തിൽ എന്നാലും വൈരികൾ വന്നാലും ഓ കൃപ മതി വൈരികൾ വന്നാലും യേശുവിന്റെ നാമത്തിൽ വൈരികൾ വന്നാലും വൈരികൾ വന്നാലും യേശുവിന്റെ നാമത്തിൽ ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിലാനന്ദ തണലാകും ഇരുൾപാതയിലാനുദീന മൊഴി നൽകും കൃപയൊന്നാശ്രയമായി ബലഹീനതയിൽ നല്ല ബലമേകും. നമുക്ക് ബലഹീനതകൾ വരുമ്പോൾ ബലമാണ് ആവശ്യം. പക്ഷെ ലോകം നമുക്ക് തരുന്നത് എന്താണ്? ജീവിതത്തിൽ ബലഹീനതകൾ വന്നു കഴിഞ്ഞാൽ ലോകം ഒറ്റപ്പെടുത്തും, ലോകം മാറ്റി നിർത്തും, പരിഹസിക്കപ്പെടും, നീ ചെയ്യാത്ത കുറ്റത്തിന് നിന്നെ നോക്കി വിധിക്കും. പക്ഷെ നമ്മൾ പാടി, ബലഹീനതയിൽ എനിക്ക് ബലം തരുന്നൊരു കർത്താവുണ്ട്. ലോകം അത് അറിയുന്നില്ല, ലോകം അത് തിരിച്ചറിയുന്നില്ല. ഞാൻ ബലഹീനനായി മാറിയിരിക്കുമ്പോൾ ലോകം ഒരു പക്ഷേ ഓർത്തു തീർന്നു, കഴിഞ്ഞു, ഇനി അവൻ ഉയരത്തില്ല. പക്ഷെ എൻ്റെ ബലഹീനതയിൽ ലോകം കാണാത്ത കണ്ണുകൊണ്ട് ഞാൻ കാണും, എനിക്ക് ബലമേകുന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ മരുഭൂമിയുടെ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, മരുഭൂമിയുടെ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഹാഗാറിനെ ഇറക്കി വിട്ടതുപോലെ ഇറക്കി അലഞ്ഞു തിരിഞ്ഞ് നടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ എനിക്ക് തണലായി, അപ്പമായി, വെള്ളമായി എൻ്റെ ദൈവം എനിക്ക് വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നിവിടെ നിന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുന്നത്, ഇങ്ങനെ പാടാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ കൈയടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ബലഹീനതയിൽ ബലമായി, മരുഭൂമിയിൽ എനിക്ക് തണലായി ഇറങ്ങി വന്നൊരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. മഹത്വം വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. നമ്മൾ പറഞ്ഞ പോലെ ബലമില്ലാതെ മാറി നിൽക്കുമ്പോൾ ആരും കാണത്തില്ല. ഇച്ചിരി ബലമൊക്കെ വെച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആയിരങ്ങൾ ചുറ്റും നിൽക്കും. പക്ഷെ അവരെ നോക്കി വിളിച്ചു പറയണം, നിങ്ങളല്ല എൻ്റെ ബലം, എൻ്റെ ബലം സർവശക്തനാണ്.
ബലഹീനതയിൽ എന്നെ തുണച്ചൊരു കർത്താവുണ്ട്. എൻ്റെ താഴ്ചയിൽ എന്നെ കരം പിടിച്ചൊരു കർത്താവുണ്ട്. എന്നെ മാനിച്ചൊരു കർത്താവുണ്ട്. എന്നെ ഉയർത്തിയൊരു കർത്താവുണ്ട്. അതിന് പറയുന്ന പേരാണ് കൃപ. കൃപ കൃപ. അർഹിക്കാത്ത ദാനം എൻ്റെ കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞു. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയെന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയെന്നു മാത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കാൻ പോവുകയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഈ പാത്രം പെറക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ടല്ലേ, ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇവർ പാത്രങ്ങൾ ഇങ്ങനെ പെറക്കിയെടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ നമുക്ക് ഉപയോഗമില്ലെന്ന് തോന്നിയിട്ട് നമ്മൾ എടുത്ത് കളയുന്നതാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ ഇനി അതിനെ കൊണ്ട് ഉപയോഗമില്ലെന്ന് പറഞ്ഞ് എടുത്ത് കളയുന്നതാണ്. അപ്പോൾ ഈ എറിഞ്ഞ സാധനം ഇവർ വന്ന എന്തെങ്കിലും പാത്രമുണ്ടോ ചേച്ചി, പാത്രമുണ്ടോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ പറയാം ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പെറക്കിയിട്ട് കൊടുക്കും. പെറക്കിയിട്ട് കൊടുത്താൽ അവരെന്തോ തരും, ചെറിയൊരു പൈസ തരും. പക്ഷെ ഈ പെറക്കിയിടുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ചില സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യും, ഈ കളഞ്ഞ സാധനത്തിന് ചിലത് തിരിച്ചെടുക്കും. അല്ല അതിങ്ങനെ തന്നേരം, അത് ഞങ്ങളിങ്ങനെ എടുക്കുമെന്ന് പറയും. ശരിയല്ലേ? നമ്മളങ്ങനെ പറയാറില്ലേ? നമ്മളെ അങ്ങനെ അങ്ങ് കൂട്ടിയാൽ മതി, ദൈവസന്നിധിയിൽ അങ്ങനെ അങ്ങ് താഴ്ത്തിക്കും. എന്നുവെച്ചാൽ വേണ്ടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റിയിട്ടതിനെ പാട്ട പറക്കാൻ ആൾ വരുമ്പോൾ അവന് വിട്ടുകൊടുക്കാതെ ഇവനെ എനിക്ക് പിന്നെയും ആവശ്യമുണ്ടെന്ന് വന്ന് തിരിച്ചെടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. അതാ നമ്മൾ പാടിയത്, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ ഒരു യോഗ്യതയുമില്ല, ഒരു യോഗ്യതയുമില്ല. ഇന്ന് ചുറ്റുപാടും നിന്ന് എന്തൊക്കെയോ യോഗ്യതയുണ്ടെന്ന് എന്നെ നോക്കിയ ആൾ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് പറയാൻ പറ്റും, ഒരു യോഗ്യതയില്ല. ഇത് ദൈവത്തിൻ്റെ കൃപയാണ്, അപ്പൻ്റെ കൃപയാണ്. അപ്പൻ്റെ കണ്ണെൻ്റെ കണ്ണത് കൊണ്ടാണ്, അവൻ്റെ കരം എനിക്ക് വേണ്ടി നീണ്ടു വന്നത് കൊണ്ടാണ്, അവൻ എന്നോട് സംസാരിച്ചത് കൊണ്ടാണ്, അവൻ എന്നോട് കരുണ കാണിച്ചത് കൊണ്ടാണ്. തൂക്കിയെറിയപ്പെട്ട എന്നെ വേണ്ടുമെന്ന് ചൊല്ലി സേതുകൊണ്ട നല്ല നേസരേ. തൂക്കിയെറിയപ്പെട്ട എന്നെ വേണ്ടുമെന്ന് ചൊല്ലി സേതുകൊണ്ട ഉമ്മഴകാണ കൺകൾ, ഉമ്മഴകാണ കൺകൾ എന്നെ കണ്ടതാലേ മുടിന്തതെന്ത്. ഞാൻ നനച്ചതാണ്, ഞാൻ ഇനി ഉയരത്തില നനച്ചതാ. ഉമ്മഴകാണ കൺകൾ മുടിന്തതെന്ത്. അടുത്ത വരി ഇങ്ങനെ പറയുന്നു, ആരും അറിയാതിരുന്ന എന്നെ നന്നായി അറിഞ്ഞ് തേടി വന്ന നല്ല നേസനെ. അല്ലേ, ആരും അറിയാതിരുന്ന നമ്മയൊക്കെ കർത്താവ് അറിഞ്ഞത് കൊണ്ടല്ലേ ഇങ്ങനെ മാന്യമായിട്ട് വന്നിരിക്കാൻ പറ്റുന്നത്. വായി തുറന്ന് കർത്താവിനെ അങ്ങ് സ്തുതിച്ചാട്ടെ, യേശുവേ എന്നൊന്ന് വിളിച്ചാട്ടെ. ഈ സ്വരം കർത്താവ് കേൾക്കുവാണ്. നിന്റെ പ്രശ്നത്തിന്റെ മേൽ ഈ വിളിപ്പുറത്ത് ദൈവം മറുപടി അയക്കുവാണ്. പ്രാർത്ഥിക്കുന്നതിന്റെ മുൻപിൽ, കണ്ണുനീരൊഴുക്കുന്നവന്റെ മുൻപിൽ മറികടക്കാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ നമ്മൾ ഉയർത്തുന്ന ജീവിക്കുന്ന ദൈവം, അവൻ സർവശക്തനാണ്, അവൻ അത്യുന്നതനാണ്, അവൻ ആരാധ്യ പുരുഷനാണ്, വേറെ ആർക്കും തുല്യം വെക്കാൻ പറ്റാത്തവനാണ്. ഓ, ആരും അറിയാതെ നന്നായി തേടി വന്ന, ഓ ചേർന്നൊന്ന് പറഞ്ഞേ, ആരും അറിയാതെ നന്നായി തേടി വന്ന ഉമ്മഴകാണ കൺകൾ, ഉമ്മഴ
കരത്താൽ ഉയർത്തി വയ്ത്ത നല്ല നേസരേ, ഒന്നുമില്ലാതെ എന്നെ കാരുണ്യത്താലേ ഉയർത്തി വയ്ത്ത. ചേർന്ന് പറയാം, ഉമ്മഴകാണ കണ്ണുകൾ, ഉമ്മഴകാണ കണ്ണുകൾ എന്നെ കണ്ടതാലേ മുടിന്തതെന്ന്. ഓ ഉമ്മഴകാണ കണ്ണുകൾ എന്നെ കണ്ടതാലേ മുടിന്തതെന്ന്. ആരും ആരും അറിയാതെ നന്നായി തേടി വന്ന നല്ല നേസരേ, ആരും അറിയാതെ തേടി വന്ന മഴകാണ കണ്ണുകൾ, മഴകാണ കണ്ടതാലേ ഉഴിന്തതിന്റെ ഉയിർ വാഴുന്നേനും. മഴകാണ ഉഴിന്തതിന്റെ. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരിക്കലും പാടാൻ പോവുകയാണ്. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുമോ, എന്നിൽ എന്തു നീ കണ്ടു യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, അവിടുത്തെ കൃപയൊന്നു മാത്രമാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ടത്? ദൈവസന്നിധിയിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? അങ്ങ് സ്നേഹിക്കുവാൻ, അങ്ങ് സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങ് സ്നേഹിക്കുവാൻ, അങ്ങ് സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത. ഒരിക്കൽ കൂടെ ഒന്ന് പറയും, അങ്ങ് സ്നേഹിക്കുവാൻ, അങ്ങ് സ്നേഹിക്കുവാൻ. കർത്താവ് അത് കേൾക്കട്ടെ, ഉറക്കം പറയാം, ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. അങ്ങ് ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ, ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. അങ്ങ് മാത്രം വളരണം കർത്താവേ. ചേർന്ന് പാടാം, കൃപയാ 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 കൃപയാ. ഓ കൃപയും യേശുവേ, കൃപയാ കൃപയാ കൃപയും യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി മരിപ്പാൻ, എനിക്കായി കണ്ടേശുവേ, എനിക്കായി. ഓ എനിക്കായി ഒരു മാന്യതയും ഒരു മാന്യതയും പറയാൻ ദൈവസന്നിധിയിൽ അങ്ങ് സമർപ്പിച്ചു പറ. കർത്താവേ, ഒരു മാന്യതയും പറയുവാനില്ല. ഒരു മാന്യതയും പറയാൻ തേടി വന്നോ ദോഷിയ എന്നെയും എന്നെയും തേടി വന്നോ ദോഷിയ എന്നെയും. ഓ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കാ, ഇത്രമാം ഉയിർ കൊടുത്തെനിക്കായി. മന്നാവ
തേടുതല്ല എനിക്ക് മന്നവാ. തേടി വന്നോ ദോഷിയാമെന്നെ എന്നെയും നാഥാ. തേടി വന്നോ ദോഷിയാ. കർത്താവിനോട് പറയാം, നിർത്തിയിടുക, നിർത്തിയിടുക കളങ്കമറ്റേശുവേ കരയില്ലാതെ നിർത്തിയിടുക കളങ്കമറ്റേശുവേ. ഒരിക്കൽ കൂടെ ഒന്ന് കർത്താവിനൊന്ന് പറഞ്ഞ, കർത്താവേ നിർത്തിയിടുക. വീഴാതെ നിർത്തണേ കർത്താവേ. ഒരിക്കൽ കൂടി കർത്താവിനോട് പറയാം, നിർത്തിയിടുക കർത്താവേ, നിർത്തിയിടുക. ഓ കളങ്കമറ്റേശുവേ. അടുത്ത വരിയാണ് പ്രധാനപ്പെട്ടത്. പളുങ്കു കാടൽ തീര തിരുന്നു ഞാനെന്റെ. പളുങ്കു കാടൽ തീര തിരുന്നു ഞാനെന്റെ. മധുരഗാന രഥമതിലേറി കവിപ്പാൻ. മധുരഗാന രഥമതിലേറി. ഓ തേടി വന്നോ ദോഷിയ. തേടി വന്നോ ദോഷിയാമെന്നെയും. നമ്മളിപ്പോൾ പാടിയത് ഒരു പ്രാർത്ഥനയാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ പകർന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണ്? നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെ. കളങ്കം പറ്റാത്ത ഒരു വ്യക്തിക്ക് നമ്മളെ കറയില്ലാന്ന് നിർത്താൻ പറ്റത്തുള്ളൂ. കറ വന്നിട്ടുണ്ട്. പക്ഷെ അടുത്ത വരി എന്നെ ഒത്തിരി ടച്ച് ചെയ്തൊരു വരിയാണ്. പളുങ്കു കടൽ തീരത്തിരുന്നു ഞാൻ എൻ്റെ. മധുരഗാന രഥം അതിലേറി ഗമിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കളങ്കമേശാതെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? ഒരു വാക്കുകൊണ്ട് പോലും ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് മാതാപിതാക്കളാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും സഹോദരങ്ങളോടാണെങ്കിലും, ഒരു വാക്കുകൊണ്ടെങ്കിലും ആവശ്യമില്ലാതെ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ജീവിതത്തിൽ കർത്താവിനോട് ഏറ്റു പറയാനുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയാമോ? കർത്താവേ, ഞാൻ എന്നാ മധുരഗാന രഥത്തിൽ യാത്ര ചെയ്യുന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ യാത്ര ചെയ്യുവാനുള്ളൊരു കൃപ എനിക്ക് വേണം, ഒരു പ്രാഗൽഭ്യം എനിക്ക് വേണം. എൻ്റെ ജീവിതത്തിൽ കറയില്ലെന്ന് പ്രാഗൽഭ്യത്തോടെ ഞാൻ പറയണമെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? കർത്താവേ, എല്ലാവരും ഒന്ന് സമർപ്പിക്കാമോ? നിർത്തിയിടുക കർത്താവേ, കളങ്കമില്ലാതെ എനിക്ക് ഓടുവാൻ, കറയില്ലാതെ അവിടുത്തെ നിത്യരാജ്യത്തിൽ ആ കുഞ്ഞാടുമായി ഒത്തുചേർന്ന് വസിപ്പാൻ അപ്പ എന്നെ സഹായിക്കണമെന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? കർത്താവേ, ജീവിതത്തിൽ നന്മകൾ നേടിയെടുത്ത് അനുഗ്രഹങ്ങൾ നേടിയെടുത്തതിന് ശേഷം കറ പറ്റി കളങ്കം പറ്റി ഭൂമിയിൽ കിടപ്പാനല്ല, മറ്റൊരു രാജ്യത്ത്, മറ്റൊരു ദേശത്ത്, മറ്റൊരു ലോകത്ത് എനിക്ക് എത്തണമെങ്കിൽ കർത്താവേ, കറയില്ലാതെ കളങ്കമില്ലാതെ ഈ ലോകത്തിൽ എനിക്ക് നിൽക്കണമെങ്കിൽ അവിടുത്തെ കൃപ എനിക്ക് ആവശ്യമാണ്. അപ്പാ നിർത്തണേ കർത്താവേ, കറയില്ലാതെ അവിടുത്തെ മുമ്പിൽ വന്ന് നിൽപ്പാൻ. എത്ര പേര് പ്രാർത്ഥിക്കും? ആ കരങ്ങളെ എല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് പറയുമോ? നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറയില്ലാതെ. നിർത്തിയിടുക കളങ്കമറ്റേശുവേ കറ. ഓ പളുങ്കു കാടൽ തീര ഇരുന്നു ഞാൻ എൻ്റെ. പളുങ്കു കാടൽ തീര ഇരുന്നു ഞാൻ. ഓ മധുരഗാന രഥമതിലേറി കേറിപ്പാൻ. മധുരഗാന രഥമതി ചേർന്ന് പാടാം. കുഞ്ഞാടിൻ്റെ കൂടെ ഗമിച്ചവർ പാടുമേ. കുഞ്ഞാടിൻ്റെ
ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമാം മന്നവ ഓ മന്നവ മന്നവ വർണ്ണിപ്പാ മന്നവ വന്നിപ്പാടേടുന്നല്ല ഓ മന്നവ. നമ്മൾ പാടിയതുപോലെ നിർത്തിയിടുക കർത്താവേ, കളങ്കമില്ലാതെ അവിടുത്തെ സന്നിധിയിൽ വസിപ്പാൻ. നമുക്കറിയാം ഈ സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ആ ഒരു സംഭവങ്ങൾ കണ്ടവരൊക്കെ ചുരുക്കം മാതാപിതാക്കളൊക്കെ ഇവിടെ കാണത്തുള്ളായിരിക്കും. പ്രായമുള്ളവരൊക്കെ കാണും. ആ ഒരു വർഷം ജീവിച്ചിരുന്നവരൊക്കെ അവർ പറഞ്ഞ് കേട്ട ആ ഒരു അറിവ് വെച്ചാണ് നമ്മൾ പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അല്ലേ. അത് നമ്മൾ ഇന്ന് 78ാമത് നമ്മളതിന്ന് ഭയങ്കര സന്തോഷപൂർവ്വം കൈക്കൊള്ളുവാണ്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ അടുത്ത നമ്മളിങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ, സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അതങ്ങനെ നിൽക്കട്ടെ. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുണ്ട്, പിതാക്കന്മാർ അവർ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, ഞെരുക്കം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അനുഭവിക്കുമ്പോഴും നമ്മളെപ്പോഴേ അതൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം, വിടുതലിനായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, രോഗാവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അവർ അത് അനുഭവിക്കുമ്പോഴും അവരതിനിടയിൽ ഇങ്ങനെ കുറിക്കുന്നുണ്ട്, ഞെരുക്കത്തിൻ്റെ അപ്പം ഞാൻ തിന്നും, കഷ്ടത്തിൻ്റെ കണ്ണുനീര് ഞാൻ കുടിക്കും, എൻ്റെ ദേഹം ക്ഷയിക്കും, എല്ലാം ഞാൻ കാണുന്നതെല്ലാം എനിക്ക് പ്രതികൂലമായി നിൽക്കും. പക്ഷെ അതിനു മുൻപിൽ ഒരു ഭക്ത എഴുതിയേക്കുവാണ്, യാത്ര ചെയ്യും ഞാൻ, ക്രൂശിയെ നോക്കും. കാരണം അവിടെ കഷ്ടതകൾ സഹിച്ചൊരു കർത്താവുണ്ട്, വേദനകൾ സഹിച്ചൊരു കർത്താവുണ്ട്, വെള്ളത്തിനായി ദാഹിച്ച കർത്താവുണ്ട്, സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയ കർത്താവുണ്ട്, മുൾക്കിരീടം തലയിൽ അടിച്ചമർത്തിയ കർത്താവുണ്ട്, ചമ്മട്ടി കൊണ്ട് അടിയേറ്റ കർത്താവുണ്ട്. പക്ഷേ ആ കർത്താവിനെ തിരിച്ചെവിടെ കൊണ്ടുപോയി? കല്ലറയിൽ കൊണ്ടുപോയി അടക്കി. പക്ഷേ നമ്മൾ ആ കർത്താവിനെ ആരാധിക്കാൻ ഒരു കാരണമുണ്ട്. ഇന്നും ആ കല്ലറ അടഞ്ഞു കിടക്കുമല്ല, ആ കല്ലറ തുറന്നു. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. അതാ നമ്മൾ പാടിയത്, ഞാൻ യാത്ര ചെയ്യും, ക്രൂശയെ നോക്കും, യുദ്ധം ചെയ്യും, എന്ത് വന്നോട്ടെ. പക്ഷെ അതിന് മുമ്പിൽ ഞാൻ കാണുന്ന ഒരു ക്രൂശുണ്ട്. ആ ക്രൂശ് എന്നെ വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞേ, നീ വേദന അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, കഷ്ടത അനുഭവിക്കുന്നുണ്ടെന്നറിയാം, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെന്നറിയാം, വാഴ്ത്തിപ്പാടേണ്ടവർ അടിച്ചമർത്തുണ്ടെന്നറിയാം. പക്ഷെ ഇതിൻ്റെ എല്ലാം അവസാനം ഒരു ഉയർപ്പുണ്ട്. ഇന്ന് ജീവിതത്തിൽ വേദനയോടെ, പ്രയാസത്തോടെ, ഒറ്റപ്പെടലോടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് മാതൃകയാക്കാനുള്ളത് എൻ്റെ യേശു മാത്രമാണ്. അവൻ ആണിപ്പടിയേറ്റപ്പോഴും അടിയേറ്റപ്പോഴും മുൾക്കിരീടം ചൂടിയപ്പോഴും അവിടെ തളർന്നില്ല, ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ ആ വരികളൊന്നും നമുക്കൊന്ന് ചേർന്ന് പാടാൻ പറ്റുമോ? വരി ഇങ്ങനെ പറയുന്നത്, പൂർവപിതാക്കൾ അപ്പോസ്തോല അങ്ങ് ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം ആകയ ഛേദം എന്നെണ്ണി ലാഭം അന്യനെന്നെണ്ണി. ഇന്ന് ആരെങ്കിലും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ടെന്ന്, കളിയാക്കുന്നുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന കണ്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഇതെല്ലാം ഈ ലാഭം കിട്ടത്തില്ലേ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ലാഭമാ. എന്തിനാ? ഞാൻ അവിടെ ചെല്ലാൻ വേണ്ടിയാണ്. ഇന്ന് വിശ്വാസത്തോടൊന്ന് പറയാൻ പറ്റുമോ? എപ്പോഴാണെന്നറിയോ? വരി ഇങ്ങനെ പറയുന്നു, ഭയങ്കര പ്രത്യാശ നിറഞ്ഞു നിൽക്കുന്ന വരികളാണ് കേട്ടോ. ജീവനേശുവിൽ അർപ്പിച്ചിട്ട്, അത് നമുക്ക് തരുന്നൊരു പ്രത്യാശയാണ്. എൻ്റെ ജീവൻ ഇവിടെ കിടന്ന് എഴഞ്ഞു നടക്കുമൊന്നും അല്ല, ഞാൻ എൻ്റെ ജീവൻ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കും. ജീവനേശുവിൽ അർപ്പിച്ചിട്ട് ഞാൻ അക്കരെ നാട്ടിൽ ചെല്ലും, അക്കരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോ ശുദ്ധ വിശ്വാസ കണ്ണുകൾ കൊണ്ടൊന്ന് കണ്ടേ, യേശുവിന്റെ പൊന്മുഖം ഞാനൊന്ന് മുത്തും. ഒരമ്മ തന്റെ കുഞ്ഞിനെ ചേർത്തടയ്ക്കുന്നത് പോലെ,
ഒരമ്മ തന്റെ കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നത് പോലെ ഒന്ന് പ്രത്യാശ കണ്ണുകൾ കൊണ്ടൊന്ന് കണ്ടേ. എന്റെ വേദനകൾ നിറഞ്ഞ ഈ ജീവിതം, എന്റെ കഷ്ടതകൾ നിറഞ്ഞ ജീവിതം, ഒരു നാൾ ഞാൻ ഇവിടം വിട്ട് ഉയർത്തെഴുന്നേൽക്കും, ഞാൻ പറന്നു പോകും. അവിടെ പാടി ജീവൻ എന്റെ യേശുവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തും. ശുദ്ധ പളുങ്കിൻ തീരത്ത് എന്റെ യേശുവിന്റെ പൊന്മുഖത്തെ ഞാൻ മുത്തമിടും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ മഹത്വ ശക്തി. കാലം കഴിയുമോ, കാലം കഴിയുന്നു, ഓ കർത്താവിൻ മഹത്വ ശക്തീകരിക്കാം. ശക്തി ആ ക്രൂശെ നോക്കി പാടാം. യാത്ര ചെയ്യും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ജീവൻ രക്ഷകനാ അന്ത്യശ്വാസം വരെ, ഓഹോ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം. അതിന്റെ അവസാനത്തെ ഒരു വരികൾ കൂടെ നമ്മൾ പാടാൻ പോവുകയാണ്. എന്നിട്ട് ചേർന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതിലിങ്ങനെ പറയുന്നുണ്ട്, ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതിസാം ദൂതന്മാരും രക്തസാക്ഷിതാം സ്നേഹിതരും സ്വാഗതം ചെയ്യും ആ മഹൽ സദസ്സിൽ. കർത്താവ് എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാട്ട് തന്നിരുന്നു. സ്വർഗീയ ശില്പി അല്ല, അത് കഴിഞ്ഞപ്പോൾ ദൈവം ചില വരികൾ എനിക്ക് തന്നു. അതിനകത്ത് ഞാൻ ഇങ്ങനെ ദൈവം എന്നെ കാണിക്കുവാനിടയായി. നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ലൈറ്റ് കണ്ടിട്ടുണ്ട്, ഈ പുക പറക്കുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നൊരു കാര്യമാണ്. ഈ ലൈറ്റും വെട്ടത്തിൽ ചിലപ്പോൾ പൊടി പറന്ന് കയറുന്ന കണ്ടിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ വരവ് അങ്ങനെ ആയിരിക്കും. കാഹളം ഊതുമ്പോൾ വിശുദ്ധന്മാർ ഈ പൊടി പറക്കുന്ന പോലെ ഇവിടുന്ന് പറക്കും. ഇവർ ഈ പറന്നങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ദൂതന്മാർ ഇങ്ങനെ നിൽക്കും, ഇവിടെ എന്തുവാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം അവർക്ക് പോലും അറിയത്തില്ല ദൈവത്തിൻ്റെ സമയം എന്താണെന്ന്. പ്രിയമുള്ളവർ, ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്നാ ഇവിടെ വിട്ട് പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ നിർമ്മലതയോടെ വിശ്വസ്തയോടെ കറപറ്റാതെ അങ്ങ് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ ദൈവസന്നിധിയിൽ? കർത്താവേ എന്നെ നിർത്തണം കർത്താവേ. നമ്മളതാ പാടിയത്. ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതിസാം ദൂതന്മാരും രക്തസാക്ഷികളും ഒരുപോലെ നമ്മളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങേ കരയിൽ നിൽപ്പുണ്ട്. ആ യോർദാന്റെ അക്കരെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ഇവിടെ അടിഞ്ഞുകൂടാനല്ല, അതിനെ നോക്കി വിളിച്ചു പറയണം, ഒരക്കരെ നാട് എനിക്ക് വേണ്ടി ഒരുങ്ങി നിൽപ്പുണ്ട്, ഒരു നിത്യനാട് എനിക്ക് വേണ്ടി ഒരുങ്ങി നിൽപ്പുണ്ട്. ഞാൻ യാത്ര ചെയ്യും, ക്രൂശെ നോക്കി അതിനോട് യുദ്ധം ചെയ്യും, എന്റെ രക്ഷകനായി ജീവൻ വെച്ചിടും, അങ്ങേ കരയിൽ ഞാൻ എത്തും. ആ ഒരു ഉറപ്പാണ് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. നമുക്കൊന്ന് ചേർന്ന് പാടിയാലോ പ്രത്യാശയോടെ? പൂർവ പിതാക്കൾ അപ്പോസ്തോല ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം ആകയാൽ ഓ അന്യരം എണ്ണി കരങ്ങളെല്ലാം ഉയർത്തി യാത്ര ചെയ്യും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, ജീവൻ വയ്ക്കും, ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം, ഓഹോ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം. ധൈര്യത്തോടെ പറയാം, ഞെരുക്കത്തിൽ അപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൽ
ദുഃഖത്താൽ എല്ലാം പ്രതികൂലമായ എല്ലാം ധൈര്യത്തോടെ പറയുമോ, ഞെരുക്കത്തിനപ്പം ഞാൻ ഞെരുക്കത്തിൽ കഷ്ടത്തിന്റെ കണ്ണുനീർ കഷ്ടത്തിൽ ദേഹി ദുഃഖത്താ ദേഹി ദുഃഖത്താ എല്ലാം എന്നാ നിന്റെ മുഖത്തെ നോക്കി വിളിച്ചു പറ, യാത്ര ചെയ്യും ഞാൻ. ഓഹോ ജീവൻ ജീവൻ ഓഹോ ജീവൻ വച്ചിടും അന്ത്യശ്വാസം ജീവൻ വച്ചിടും ജീവൻ വച്ചിടും ജീവൻ വച്ചിടും ജീവൻ വച്ചിടും രക്ഷകനാ. ആ ഒരു ഉറപ്പ് എത്ര പേർക്കുണ്ട് ഇന്ന് പകലിൽ? ഈ സമയത്ത് എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ജീവൻ വെക്കും ഞാൻ രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കുമോ? ആ കരങ്ങളെല്ലാം ചേർത്തെടുത്ത് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുമോ? അങ്ങനെയെങ്കിലും നമുക്കൊന്ന് ചോദിച്ചാലോ, നമ്മളെ വിഷമിപ്പെടുത്തുന്ന, നമ്മളെ ഭാരപ്പെടുത്തുന്ന, ലോകത്തിലെ ഏറ്റവും ആളുകൾ ഭയപ്പെടുന്ന ഒരു കാര്യം എന്താണ്? മരണം, മരണം, മരണം. എങ്കിൽ ദൈവ ഭൃത്യൻ എന്ന നിലയിൽ, ദൈവത്തിന്റെ കർത്താവിന്റെ മകൻ എന്ന നിലയിൽ നമുക്കൊന്ന് പറയാം, പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ടാതൻ ഓ സംഹാരകൻ കടന്നു. ഒന്ന് ചോദിച്ചേ, പാതാളമേ പാതാളമേ മരണമേ കുഞ്ഞാട്ടിൻ നിണം കോട്ടാതൻ. ആ കരങ്ങളെല്ലാം വീശിപ്പാടാം ജയത്തിൻ ഘോഷം. ഓ ജയത്തിൻ ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനാ സേനയിൻ വീരനാ അഭയം താനാവൻ. കരങ്ങളെല്ലാം വീശിപ്പാടാം മഹത്വരാജനാ മഹത്വരാജനാ. വിശ്വാസത്തോടെ പറയാം, അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. ചേർത്തണിക്കാൻ കരങ്ങളെ, അഗ്നിയാതിൽ നാലാമൻ ആഴിമേൽ നാമം കൊണ്ട് അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നിയാതിൽ നാലാമൻ ആഴിമേൽ നാടം കൊണ്ട് നിലനിൽക്കും തൻ വചനം. മരണം നാം വാഴും ജീവനിൽ തൻ കൂടെ യുഗായുഗം. ചേർന്ന് പാടാം. ഓ ഭൂമിയും ഭാഗ്യയും അഴിഞ്ഞു പോകും, നിലനിൽക്കും തൻ വചനം. യേശുവിന്റെ നാമം. മരണം മാറി തൻ വാഴും ജീവനിൽ തൻ കൂടെ യുഗായുഗമാ. Oh
മഹത്വരാജന സേനയിൻ വീരന അഭയം താനവർക്കുമേ. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് മഹത്വരാജന സേനയിൻ വീരന അഭയം ഇന്നിവിടെ നിന്ന് കർത്താവിനെ ആരാധിക്കുന്നത് പോലെ ഒരിക്കൽ ഞാൻ എൻ്റെ കർത്താവിനെ മുഖാമുഖമായി കണ്ട് ആരാധിക്കും. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അഭയമായി മറവിടമായി കർത്താവിനെ അനുഭവിച്ചറിയുന്നത് പോലെ, നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി കൊതിക്കുന്നത് പോലെ, നമ്മൾ ഇന്ന് കർത്താവിനെ കാണുന്നില്ല, അവിടുത്തെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ ഭക്തന്മാർ പാടിയതുപോലെ ഞാൻ അവനെ മുഖാമുഖമായി കാണുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ എൻ്റെ കർത്താവിനെ തൊടുന്ന ദിവസമുണ്ട്. അവനെ മുത്തം വെക്കുന്ന ഒരു ദിവസമുണ്ട്. നമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം, ഖേദം രോധനം അങ്ങില്ലല്ലോ, നിത്യം സൗഭാഗ്യം ആത്മാക്കൾക്ക്, നാമശോഭ നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം, ഖേദം രോധനം നിത്യം സൗഭാഗ്യം. ചേർന്ന് പാടുമോ? വേഗം നാം ചേർന്നിടും, വേഗം നാം ചേർന്നിടും, ഭംഗിയേറിയ വേഗം നാം ചേർന്നിടും, ഭംഗിയേറിയ തീരത്ത്, ഭംഗിയേറിയ